You can see a figure here. അത് ഒരു റെക്ടാങ്കിൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ റെക്ടാങ്കിളിനെ ഇങ്ങനെ ഞാൻ ഭാഗിച്ചപ്പോൾ എനിക്കിവിടെ രണ്ട് ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ABCD is a rectangle. Its length is 30 centimeter and breadth is 20 centimeter. What is the sum of the shaded portion? ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന്റെ തുക എത്രയാണ്? ടൈപ്പ് ചെയ്യാം. ചോദ്യം വായിച്ചെടുക്കും മുഹമ്മദ് റഷാദ്. പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇങ്ങനെ വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. പറ്റിയത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ. ശരി. ABCD is a rectangle. Its length is 30 centimeter. Breadth is 20 centimeter. What is the sum of shaded portion? ഷെയ്ഡ് ചെയ്ത പോർഷനിലെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻസ് തരാം. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണോ, അല്ലെങ്കിൽ 400 ആണോ, അല്ലെങ്കിൽ 600 ആണോ, അതല്ലെങ്കിൽ 300 ആണോ? Excuse me, sir. Yes, ആരാണ്? Sir, ധ്യാന. Sir, ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയന്റെ സമ്മാണോ? അതായിരിക്കും ചോദിക്കുന്നത്. What is the sum of the shaded portion എന്നത് ഏരിയയുടെ സം തന്നെയാണ്. കേട്ടോ? Okay, sir. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെയാണ് മുഹമ്മദ് റഷാൻ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? Sir, 300. 300 ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഈ ഒരു ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 30 സെന്റിമീറ്റർ. ഇതിന്റെ ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഒരു വർഷം USS ചോദിച്ച ചോദ്യം കൂടിയാണ്. ഈ 30നെ 20 കൊണ്ട് പൊളിച്ചാൽ നമുക്ക് 600 കിട്ടും. പക്ഷെ 600 ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ അറിയാം. കാരണം ഈ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്ത് മാത്രം നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം അത് ശ്രദ്ധിച്ചോളൂ. എളുപ്പമാർഗം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എളുപ്പം കിട്ടും. ടോട്ടൽ നിങ്ങൾ 600 കണ്ടെത്തിയതിനു ശേഷം, ടോട്ടൽ 600 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ 600 കണ്ടെത്തിയതിനു ശേഷം നിങ്ങളിൽ വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർ ഇവിടെ എന്താണ് അത് ചെയ്യുന്നത്? ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗവും ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗവും തുല്യമാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗവും ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗവും തുല്യമാണെന്ന് ഇതിന്റെ ചിത്രം കണ്ടാലും നിങ്ങൾക്കറിയാം. അതിന്റെ അർത്ഥം 1 1 1 1. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഭാഗം 300 ആയിരിക്കും, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 300 ആയിരിക്കും. നമ്മുടെ ആൻസർ 300 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മുഹമ്മദ് റഷാൻ? യെസ്. നമുക്ക് മറ്റു കുട്ടികളുടെ അടുത്തൊന്ന് പോകാം. ആ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് ഈ 300 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോ കുറെ നോ വന്നിട്ടുണ്ട്, കുറെ യെസ് വന്നിട്ടുണ്ട്. സാരമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മക്കളെ, ഒരു റെക്ടാങ്കിളിന്റെ നീളം വീതി, ആ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ ആ റെക്ടാങ്കിളിന്റെ മുഴുവൻ പരപ്പളവ് കിട്ടുമല്ലോ. കിട്ടും.
ഇവിടെ നീളം 30 വീതി 20 ആയതുകൊണ്ട് 30നെ 20 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 600 ആണ് ഇതിന്റെ മൊത്തം പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. നിങ്ങളോട് ചോദിച്ചത് ഇത് രണ്ടിന്റെയും തുക എത്രയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡിലിരിക്കുന്നതിന്റെ ഏരിയ എത്രയാണ് എന്നാണ് തുക, സം എത്രയാണെന്നാണ്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇത് മൊത്തം 600 ആണ്. ഞാൻ ഇതിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഒരു ലംബം വരച്ചാണ്. എന്താണ് ഇത് ചെയ്യുന്നത്? ഈ വരച്ചിരിക്കുന്ന ഈ ലംബം ഇതിനെയും തുല്യമാക്കുന്നു. ഇതെത്രയാണോ അത് തന്നെയായിരിക്കും ഉണ്ടാവുക, ഇതെത്രയാണോ അത് തന്നെയായിരിക്കും ഇതും ഉണ്ടാവുക. അതിന്റെ അർത്ഥം ഒരു ഷെയ്ഡ് ചെയ്തതിന് തുല്യമായിട്ട് ഷെയ്ഡ് ചെയ്യാത്തത് വന്നു, ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്തതിന് തുല്യമായിട്ട് ഷെയ്ഡ് ചെയ്യാത്തത് വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 600ന്റെ പകുതിയാണ് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ഉണ്ടാവുക. ഷെയ്ഡ് ചെയ്ത് രണ്ടും കൂടി കൂട്ടിയാലും 300 തന്നെയായിരിക്കും. വീണ്ടും ഓൺ ചെയ്യുന്നു. മക്കൾ എന്ത് പറയുന്നു എന്ന് എനിക്കറിയണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാം മൈക്ക് ഓൺ ചെയ്ത് യെസ് എന്ന് പറയും. ശരി, അപ്പൊ ഞാൻ ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? യെസ് സർ, ക്ലിയർ ആയി. ശരി, ഇതാ വരുന്നു മറ്റൊരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻ ഇതിൽ ഞാൻ തരാം. ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കും. മോഡൽ ചോദ്യം പോയാ? യെസ്, ചോദ്യം പോയി. ചോദ്യം ഇപ്പൊ പോയിട്ടില്ല. പറഞ്ഞു. Which of the following least perfect square is exactly divisible by 3, 4, 5 and 6? ഓപ്ഷൻസ് വായിച്ചു കൊടുക്കൂ. 3600, 900, 1400, 600. ഓപ്ഷൻ കൂടി വായിച്ചു. Options are 3600, 900, 1400 and 600. ഇവിടെ നിങ്ങൾക്ക് ഒരു എളുപ്പമാക്കി കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ മണിക്കുട്ടി 2 തെറ്റായ ഉത്തരം അയച്ചു കഴിയും. എന്തുകൊണ്ടായിരിക്കും ഈ 1400 600 എന്ന 2 തെറ്റായ ഉത്തരം ആണെന്ന് ഞാൻ പറയാൻ കാരണം? അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അല്ല, നമ്മളോട് ചോദിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് പൂർണ്ണവർഗ സംഖ്യ. 3, 4, 5, 6 എന്നിവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ എന്നാണ് ചോദ്യം. അതിനാണ് നിങ്ങൾക്ക് 3600, 900, 1400, 600 ഓപ്ഷൻ തന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നത്. ഇവിടെ 3600 എന്ന സംഖ്യ 60നെ 60 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. 900 എന്ന സംഖ്യ നിങ്ങൾക്ക് 30നെ 30 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. പക്ഷെ 1400നെയും 600നെയും അങ്ങനെ 2 ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് സ്ക്വയറുമല്ല. അപ്പൊ മണിക്കുട്ടി 2 തെറ്റായ ഉത്തരം അയച്ചു കളഞ്ഞപ്പോൾ 2 ശരിയായ ഉത്തരങ്ങളിൽ 1 ശരി, 2 ഉത്തരങ്ങൾ സാധ്യതയുള്ള 2 ഉത്തരങ്ങൾ ഇതിൽ 1 ശരിയാണ്. നമുക്കിത് നോക്കാം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ്. നോട്ട് ചെയ്തോളൂ എല്ലാവരും. 3, 4 ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടെത്തണം നിങ്ങൾ. LCM 3, 4, 5, 6 LCM മനസ്സിൽ വരുന്നതാണ്. ഇനി അഥവാ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഇതാ LCM കണ്ടുപിടിച്ചോളൂ. LCM കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും പ്രൈം നമ്പർ ആയിരിക്കണം, അപ്പാച്ചി സംഖ്യ ആയിരിക്കണം. 2 കൊണ്ട് നോക്കുക, അല്ലെങ്കിൽ 3 കൊണ്ട് നോക്കുക, അല്ലെങ്കിൽ 5 കൊണ്ട് നോക്കുക, 7 കൊണ്ട് നോക്കുക. ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇവിടെ നമുക്ക് 3 എന്ന സംഖ്യ മാത്രമേ ഒറ്റ സംഖ്യയുള്ളൂ. അതൊന്നും നമ്മൾ LCMന്റെ കാര്യത്തിൽ നോക്കിയേ വേണ്ട. ഇവിടെ നമുക്ക് 4ഉം 6ഉം ഒക്കെ ഒറ്റ സംഖ്യ 3ഉം 5ഉം ഉണ്ട്. പക്ഷെ 4ഉം 6ഉം ഇരട്ട സംഖ്യകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ 2 എന്ന പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് ഹെച്ച് നോക്കാം.
മൂന്നായിട്ട് വലിയ വൃത്തിയില്ലാത്തതുകൊണ്ട് 3 ഒറ്റ സംഖ്യയുണ്ട്, അത് അങ്ങനത്തെ നിർത്തിയിട്ടു. 4 2 2 പ്രാവശ്യം. 5 ഒറ്റ സംഖ്യയുണ്ട്, താഴെ നിർത്തിയിട്ടു. 6 2 3 തവണ, 3 2. വീണ്ടും നമുക്ക് 2നെ ഒന്ന് ഒഴിവാക്കി എടുക്കണം. അതിന് 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇത് LCM അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിരുന്നാണ്. ഇതിന്റെ ആവശ്യമില്ല, വേറെ കാര്യം. ഈ 3 അംഗത്തിന്റെ ഇറക്കിയിട്ടു. 2 2 1 തവണ, 5 അംഗത്തിന് 3 വന്നു. ഇനി ഇവിടെ 2 കൊണ്ടുള്ള പ്രശ്നം കഴിഞ്ഞു. അടുത്ത അഭാജ്യ സംഖ്യ 3ലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്നു? 3 3 1 പ്രാവശ്യം, 1 അംഗത്തിന് 5 അങ്ങനെ 3 3 1 പ്രാവശ്യം. വീണ്ടും നമുക്ക് അടുത്ത 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 1 1 1 1 കിട്ടുന്നു. 2 വരെയും വരയ്ക്കുന്നു. ഇനി ഇത് ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടും? കോസ്റ്റ് വീണ്ടുമില്ല. 60. കോസ്റ്റോടാണ് ചോദ്യം. എത്ര കിട്ടും? 60 കിട്ടും. പക്ഷെ 60 ഇതിന്റെ LCM ആവുന്നുള്ളൂ. നമ്മളോടുള്ള ചോദ്യം എന്താണ്? 3 4 5 6 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ എന്തുകൊണ്ട് ഹരിക്കാൻ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്നാണ്, പൂർണ്ണവൃത്ത സംഖ്യ ഏതാണെന്നാണ്. അത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ജോഡികളായ 2 ഒഴിവാക്കിയെടുക്കുക. ജോഡികൾ നമുക്ക് വേണ്ട. ഒറ്റപ്പെട്ടവരായ 3നെയും 5നെയും ഗുണിക്കുക. 3 × 5 15 ആണെന്ന് നിങ്ങൾക്കറിയാം. 60നെ 15 കൊണ്ട് ഗുണിക്കുക. 60നെ 15 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം 30നെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ മനസ്സിൽ ഗുണിക്കാം. എന്താണ് 60 പകുതിയാക്കിയപ്പോൾ 15 ഇരട്ടിയാക്കി. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. 30നെ 30 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ധ്യാന? 900. 900 ഓപ്ഷൻ ഉണ്ടോ? Yes, sir. ഈ മൈക്ക് ഓൺ ചെയ്യുകയാണ്. ചില കുട്ടികൾക്ക് സ്ക്വയർ നമ്പേഴ്സ് ഒന്നും സ്കൂളിൽ എടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാണ്. ആ സമയത്ത് അതിനാണ് ഇന്നലെയാണ് നിങ്ങളോട് പറഞ്ഞത് സ്ക്വയർ നമ്പർ ഒക്കെ കാണാതെ പഠിച്ചാടെ വെച്ചോ. അപ്പോൾ നിങ്ങൾ സ്കൂൾ എടുക്കുന്ന കാത്തിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എത്ര കുട്ടികൾ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്? മുഹമ്മദ് റഷാൻ പോയോ? ധ്യാന എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്? 289. ഓ 289. 282 യെസ്. മറ്റു കുട്ടികളോട് ചോദിക്കുന്നു, അവർക്ക് മൈക്ക് ഓൺ ചെയ്യാൻ അവസരമാണ്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു പ്രാവശ്യം പറയാം. കോഹോസ്റ്റായ കുട്ടികൾക്ക് ഇത് മനസ്സിലായോ? എങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ സാർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, the following least perfect square is exactly divisible by 3, 4, 5, 6 എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ 3ന്റെയും 4ന്റെയും 5ന്റെയും 6ന്റെയും LCM കാണണം. അതിനോട് ഫസ്റ്റ് നമുക്ക് LCM കാണാൻ വേണ്ടി 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെ 3, 2, 5, 3 എന്ന് കിട്ടും. അതിനെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 3, 1, 5, 3 എന്ന് കിട്ടും. വീണ്ടും 3 കൊണ്ട് ഹരിക്കുക. 1, 1, 5, 1 എന്ന് കിട്ടും. 5 കൊണ്ട് ഹരിച്ചാൽ 1, 1, 1 എന്ന് കിട്ടും. നമ്മുടെ LCM കാണൽ പൂർത്തിയായിരിക്കുന്നു. ശേഷം നമുക്ക് 2 × 2 × 3 × 5 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 60 ആണ്. ശേഷം നമ്മൾ ജോഡികളായ 2 × 2നെ ഒഴിവാക്കി 3 × 5 ആയ 15നെ നേരിട്ട് പ്രൊഡക്റ്റ് ആയി കിട്ടിയ 60നോട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ആയ 900 കിട്ടുന്നു.
ഈ 60നെ 15 കൊണ്ട് ഗുണിക്കാൻ ആ മുഹമ്മദ് റഷാൻ ഇപ്പൊ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് റഷാൻ അവിടുന്ന് സംസാരിക്കുമ്പോൾ സ്ക്രീൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് എന്തായിരുന്നു അവിടെ ചെയ്തത്? മുഹമ്മദ് റഷാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല സാർ, ഒന്നും ചെയ്തില്ല. നല്ല സൗകര്യമായിരിക്കുന്നത്. കാരണം മുഹമ്മദ് റഷാൻ അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ശരിയായിട്ടുണ്ട്. ഈ ധ്യാനം സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ ആ പ്രശ്നം റെഡിയായി. ഇപ്പൊ കുട്ടികൾക്ക് സ്ക്രീൻ കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ സംസാരിക്കുന്നു, സ്ക്രീൻ കാണുകയും ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ 60നെ 15 കൊണ്ട് വിളിക്കാൻ 60ന്റെ പകുതി എടുത്തു, 15ന്റെ ഇരട്ടി എടുത്തു, 30നെ കൂടെ കുറിച്ച് ശരി. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ നോക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ LCM കാണുന്നതിനെ പറ്റി വലിയ നിശ്ചയിക്കാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ആദ്യം നമ്മൾ LCM കണ്ടുപിടിച്ചത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ LCM നമുക്ക് 60 കിട്ടി. ആ 60നെ നമ്മൾ എന്ത് ചെയ്തു? 2/2, 3/3, 2 ജോഡികളാണ്. ജോഡികളെ ഒഴിവാക്കിയെടുക്കണം. ഞാനൊരു LCM കാണുന്നത് കാണിച്ചു തരാം, എന്നാൽ ഞാൻ മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാ കുട്ടികളും. ധാരാളം ഗൂസ്ബെറീസ്. എന്റെ കയ്യിൽ കുറെ നെല്ലിക്കയുണ്ട്. ഞാൻ അത് 2 പേർക്ക് വായിച്ചപ്പോൾ ഒരെണ്ണം ബാക്കി വന്നു. 3 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോൾ ഒരെണ്ണം ബാക്കി വന്നു. 4 പേർക്ക് തുല്യമായിട്ട് വായിച്ചപ്പോൾ ഒരെണ്ണം ബാക്കി. 5 പേർക്ക് തുല്യം വായിച്ചപ്പോഴും ഒരെണ്ണം ബാക്കി. 6 പേർക്ക് വായിച്ചപ്പോഴും ഒരെണ്ണം ബാക്കി. എന്റെ കയ്യിൽ ചുരുങ്ങിയത് എത്ര നെല്ലിക്കുണ്ടാവും? 61. There are some gooseberries. Are gooseberries when I divide into 2 person, 1 is remainder. 3 ആകുമ്പോൾ 1 remainder. 4 persons കൊടുക്കുമ്പോൾ 1 remainder. അങ്ങനെ 6 വരെ കൊടുക്കുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള ഗൂസ്ബെറീസിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യുന്നത് 2 പേർക്ക് വായിച്ചു, 3 പേർക്ക് വായിച്ചു, 4 പേർക്ക് വായിച്ചു, 5 പേർക്ക് വായിച്ചു, 6 പേർക്ക് വായിച്ചു. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ LCM കാണണം. ആ LCM കാണുമ്പോൾ നമ്മൾ ആദ്യം പ്രൈം നമ്പറായ 2 കൊണ്ട് ചെയ്ത് 2 2 ഒരു പ്രാവശ്യം, 3 ഇവിടെ ഇറക്കിയിട്ടു, 4 2 2 പ്രാവശ്യം, 5 ഇവിടെ ഇറക്കിയിട്ടു, 3 2 3 2 വീണ്ടും 2 കൊണ്ട് 1 3 1 2 2 5 3 വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 1 1 5 അങ്ങനെ തന്നെ 3 3 പ്രാവശ്യം. പിന്നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 1 1 1 1 എല്ലാം 1 കിട്ടുന്നവരെ LCM ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. HSC പോയിട്ട് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് LCM കിട്ടും. കാരണം ഇവിടെ കാണുന്ന ഈ 2നെയും ഈ 2നെയും ഈ 3നെയും ഈ 5നെയും ഗുണിക്കുക. 3 5 5 2 30 32 60 അവിടെ നിങ്ങളോട് ചോദിച്ച ചോദ്യം 60 ആയിരുന്നു എന്റെ കയ്യിലുള്ള നെല്ലിക്കയെങ്കിൽ ഞാൻ അത് 2 പേർക്ക് വായിക്കുമ്പോൾ 30 30 കിട്ടിയാൽ ഒരെണ്ണം ബാക്കി വരില്ലല്ലോ. 3 പേർക്ക് 60 വായിച്ചപ്പോൾ 20 20 ഞാൻ കൊടുത്തപ്പോൾ ഒരെണ്ണം ബാക്കി വരില്ലല്ലോ. അപ്പൊ ഞാൻ മൈക്കോൺ ചെയ്യാണ്. ഒരെണ്ണം ബാക്കി വരണമെങ്കിൽ എന്റെ കയ്യിൽ എത്ര നെല്ലിക്ക വേണ്ടിയിരുന്നു എന്ന് എല്ലാവരും ഉറക്കെ പറയും. 60. അപ്പോൾ 61 നെല്ലിക്ക വേണ്ടി. ആ ഒരെണ്ണം നമ്മൾക്ക് പൂർത്തിയാകാം. ചിലപ്പോൾ 3 ബാക്കി വരുന്ന 5 ബാക്കി എന്നൊക്കെ പറഞ്ഞാൽ ആ ബാക്കി വരുന്ന നെല്ലിക്കകൾ പൂർത്തിയാകാം. അപ്പൊ LCM കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഇതാ വരുന്നു അടുത്ത ചോദ്യം. കാരണം LCM നിങ്ങൾക്ക് ഉറങ്ങാത്തതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ തരുന്നത്. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. കോഹോസ്റ്റ് ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്താൽ മതി. ചോദ്യം ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം ഒരു ചോദ്യം വരുമ്പോൾ ആ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് which is the smallest number leaving a remainder for on division by 5 6 7 8? മുഹമ്മദ് റഷാൻ ആ ചോദ്യം വരച്ച്. Which is the smallest number leaving a remainder for on division by 5 6 7 8? എന്താണ് ഈ പറയുന്നത്? മലയാളം അറിയാം മക്കൾക്ക്?
5, 6, 7, 8 5, 6, 7, 8 എന്നിവ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അതിന്റെ ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻസ് നോട്ട് ചെയ്തോളൂ എല്ലാവരും. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. 244, 334, 844, 1004. അതെന്താണ് ഇതിനകത്ത് പോലെ 1004. ശരി, ഓപ്ഷൻസ് കൂടി ഒന്ന് വായിച്ചു കൊടുക്കണേ. 244, 334, 844, 1004. 1004. ഒരു 4 ആദ്യം വന്നിരിക്കും, കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 5, 6, 7, 8ന്റെ LCM കണ്ടെത്തണം. 5, 6, 7, 8 അതിലിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോട്ടെ. 2 കൊണ്ടും 3 കൊണ്ടും ഇങ്ങനെ പോയിക്കോട്ടെ. 5 കൊണ്ടൊക്കെ ഇങ്ങനെ പോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ LCM എത്രയാണ്? ഞങ്ങൾ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്, മറ്റുള്ള കുട്ടികൾക്ക് പറയാനുള്ള അവസരമാണ്. അങ്ങനെ കിട്ടുമ്പോൾ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന LCM എത്രയാണ്? ആരും അനങ്ങുന്നില്ല. ആരും അനങ്ങുന്നില്ല. 840. എത്ര? 840 ആണ്. ആ പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? 840. ആദ്യം പറഞ്ഞ കുട്ടിയുടെ പേരെന്താണ്? നിയ ഫാത്തിമ. നിയ ഫാത്തിമ ഏത് സ്കൂളാണ്? മാർക്കസ് ഗേൾസ്. മാർക്കസ് ഗേൾസ്. നിയ ഫാത്തിമ 5, 6, 7, 8നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പൊ 5 കൂടെ ഇറക്കി, 3, 2, 6 കിട്ടി. 7 അങ്ങനത്തെ ഇറക്കിയിട്ടു, 4, 2, 8 കിട്ടി. പിന്നീട് 2 കൊണ്ട് ചെയ്തപ്പോൾ 5, 3, 7, 2 കിട്ടി. പിന്നീട് 2 കൊണ്ട് ചെയ്തപ്പോൾ 5, 3, 7, 1 കിട്ടി. പിന്നെന്താ ലിയ ഫാത്തിമ ചെയ്തത്? പിന്നെ ഇവിടെ നോക്കിക്കോളൂ ലിയ ഫാത്തിമ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഒരു 5 ഉള്ളൂ, ഒരു 3 ഉള്ളൂ, ഒരു 7 ഉള്ളൂ. 2 ആണ്ട് 3 എന്നുണ്ട്. അപ്പൊ ലിയ ഫാത്തിമ 2 × 2 × 2 ഇൻറ്റു 5 × 3 × 7 ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 840. 840 ആണ് ലിയ ഫാത്തിമ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ ചോദ്യം ലീവിംഗ് എ റിമൈൻഡർ 4 എന്നാണ്. 4 എന്നുള്ളത് ഇങ്ങനെയായിരിക്കും. ലീവിംഗ് എ റിമൈൻഡർ 4 4 ശിഷ്ടം വരില്ല എന്നൊരു പദമാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ F4 ടൈപ്പ് ചെയ്തത്. 4 ശിഷ്ടം വരില്ല എന്നത്. എങ്കിൽ ഈ 840 കൂടെ എത്ര കൂട്ടണം ലിയ ഫാത്തിമ? 4. 844 കിട്ടും. ശരി. അപ്പൊ ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന കരുതുന്നു. ഇത്തരം ചോദ്യങ്ങൾ വരും പരീക്ഷയ്ക്ക്. അപ്പം അത് LCM കാണാനുള്ള ചോദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങളേക്ക് കുറച്ച് സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ ഒരു സ്കൂളിന്റെ പേര് വിളിക്കും. ആ സ്കൂളിന്റെ പേരിൽ വിളിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. ഞാൻ തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് സ്കൂളിലാണെന്ന് വിചാരിക്കുക. ചേർപ്പ് സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടാകും? ഒരു കുട്ടിയുടെ പേര് പറയും. എന്താണ്? ഒരാൾ വാങ്ങുന്നുള്ളൂ. ഒരാളുടെ പേര് പറയും. ആരുമില്ല. ശരി. പേര് പറയാനാവില്ല. ശരി. ആ തൃശ്ശൂർ ചേർപ്പ് ഇതിലുണ്ടെന്ന് മനസ്സിലായി. ശരി. ഇനി തൃശ്ശൂർ ചേർപ്പ് നേരെ വണ്ടി കയറി നേരെ അമ്മാടം സ്കൂളിലേക്ക് പോയി. അമ്മാടം സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടാകും.
ഉണ്ട് സർ. Yes, sir. ഒരു കുട്ടിയുടെ പേര് പറയും. ജോജറിൻ. ആ, ഇന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായോ മോനെ? ഇന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നു. ശരി, ഇനി ഇന്ന് ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നൊരു ചോദ്യം തരും. ആ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള അവസരം ഈ ക്ലാസ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോഴാണ്. അപ്പൊ യൂട്യൂബിൽ ആ ക്ലാസ് വരുന്ന സമയത്ത് ആ യൂട്യൂബിൽ അടിയിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, സ്കൂളിന്റെ പേര് ഷോർട്ടായിട്ട് എഴുതിയിട്ട് കമന്റ് ചെയ്യുക. അതിൽ നിന്ന് എല്ലാ ആൻസറും വരികയാണെങ്കിൽ, ഇപ്പോൾ 290 കുട്ടികൾ അതിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ 5 പേർക്ക് സെലക്ട് ചെയ്യും, നറുക്കെടുത്ത് സെലക്ട് ചെയ്യും. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇന്നലെ ചില കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് ബോർഡിൽ കാണുന്നില്ല, ക്ലിയർ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോസ്റ്റ് ആയ കുട്ടികൾ പറയും ഇവിടെ പ്രശ്നമുണ്ട്. അതേ സമയത്ത് നിങ്ങൾ അവിടെ ഫോൺ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫോൺ ഇങ്ങനെ മുഴുവൻ കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കണം. ചേച്ചി കുത്തനെ പിടിക്കരുത്, ചേച്ചി പിടിക്കരുത്. പിന്നെ ഫോണില് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. ആവശ്യമില്ലാത്ത ചില ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം ഒഴിവാക്കുക. ഒഴിവാക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാണെങ്കിൽ അവരോട് കൂടി ചോദിച്ചിട്ട് ഒഴിവാക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഫോൺ ഹാങ് ആകുമെന്നില്ല. പിന്നെ നല്ല നെറ്റ് വേണം. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അത് രാവിലെ ആകുമ്പോൾ ഫോണിൽ ബാറ്ററി ചാർജും ഉണ്ടാവും. കാരണം തലേ ദിവസം ചാർജ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് രാവിലെ ചാർജർ കൂടി കിട്ടുകയും ചെയ്യും, വേഗം മനസ്സിലാകുകയും ചെയ്യും. അപ്പൊ ശരി, ഞാൻ നേരെ കോടന്നൂരിലേക്ക് പോകുന്നു. കോടന്നൂർ UP ഉണ്ടോ? കോടന്നൂർ എന്താ പേര്? ശരി, ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് പിന്നീട് വിളിക്കാം. അങ്ങനെ വിളിച്ചിട്ട് പോകാം. ശരി, ഇവിടെ സ്ഥിരം വരുന്ന വേറൊരു ചോദ്യമാണ്. മക്കൾ അത് മനസ്സിലായിക്കോ. ശരി, സ്ഥിരം വരുന്ന ചോദ്യമാണ്. ഒരാൾക്ക് 4 തരുന്നേരിക്കുക, പിന്നെ ചിലപ്പോൾ വേറെ തരുന്നത് 9 തരുന്നേരിക്കുക, പിന്നെ ഒന്നുകൂടി 5. ചോദ്യം ഇങ്ങനെയാണ് വരിക: 4, 9, 5 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര മൂന്നക്ക സംഖ്യകൾ, how many 3-digit numbers can made without repeating the digits? അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് നിങ്ങൾക്കുള്ള എളുപ്പമാർഗം ചെയ്യാനുള്ള മറുപടി എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ 3 അക്കങ്ങളാണെങ്കിൽ 3-ഉം അതിന്റെ തൊട്ട് താഴെയുള്ള 2-ഉം അതിന്റെ തൊട്ട് താഴെയുള്ള 1-ഉം എഴുതി ഗുണിച്ച് ഉത്തരം കണ്ടെത്താൻ 6 ഉണ്ടാക്കാൻ പറ്റും. അതിൽ 1, 2, 3 തിരിച്ചെഴുതിയാൽ മതി. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരാൾക്കൂടി വന്നു എന്ന് വിചാരിക്കുക. 6, 4, 9, 5, 6 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അവിടെ എനിക്കുള്ള മറുപടി 1 × 2 × 3 × 4 ആണ്. അല്ലെങ്കിൽ 24 ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ വേറൊരു ചോദ്യം വരികയെന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരെണ്ണം 0 ആയിട്ട് വരാം. അങ്ങനെ ഒരെണ്ണം 0 ആയിട്ട് വരുമ്പോൾ എന്താണ് ഇതിന്റെ മറുപടി എന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണം 0 ആയില്ലേ? ഇവിടെ ഈ 5-ന് പകരം ഞാൻ 0 കൊടുത്തു. അപ്പൊ നിങ്ങളോട് ചോദിക്കും, 4, 9, 0, 6 എന്നീ 4 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ, ആവർത്തിക്കാതെ എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ 4 × 3 × 2 × 1 എന്ന് എഴുതരുത്. പകരം ഈ 3 തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്താൽ മതി. 4 പകരം തൊട്ട് 3 തന്നെ റിപ്പീറ്റ് ചെയ്യുക. 3 × 3 × 2 × 1 ഉണ്ടാക്കാം. അത് 18 0 വന്നാൽ അതിലൊരു 0 വരുന്നതിനോട് ചോദിക്കും. ഇതല്ലാതെ വേറെ വ്യത്യസ്തമായ ഒരു ചോദ്യം ഇതിന്ന് വരാം. അതെന്താന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പൊ 5, 8, 3
ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. എന്ന് പറഞ്ഞാൽ 5 3 പ്രാവശ്യം എഴുതി 555 എഴുതിക്കോളൂ. 5 2 പ്രാവശ്യം എഴുതി 5 5 8 558 എഴുതിക്കോളൂ. ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എത്ര മൂലക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി നിങ്ങൾ 3 എണ്ണമാണുള്ളെങ്കിൽ 3/3 ആയിരിക്കും ഉത്തരം. 3/3ന്റെ ആൻസർ 3 × 3 × 3 ആണ്. അത് 27 ആണ്. ഇനി അതേ സമയത്ത് മക്കളോട് ചോദിക്കുന്നു 2 8 4 6 എന്നീ വ്യത്യസ്ത അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? How many 4-digit numbers can you make using the digits 2, 8, 4 and 6? With repeating the digits. അക്കങ്ങൾ ആവർത്തിച്ചോളൂ. അവിടെ ആവർത്തിക്കാതെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 24 ആണെങ്കിൽ അക്കങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണെങ്കിൽ അതിനുള്ള ഉത്തരം 4 എണ്ണാണെങ്കിൽ 4/4 ആണ്. ഈ 4/4 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 4 എന്ന സംഖ്യ 4 പ്രാവശ്യം എഴുതി ഗുണിക്കലാണ്. 4നെ 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 4 × 4 16 കിട്ടും. അപ്പുറത്തെ 4 × 4 16 കിട്ടും. ഈ 16നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 256 ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. മനസ്സിലായവർക്ക് യേസ് എന്ന് ഉറക്കം വിളിച്ചു പറയാനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു. സ്റ്റാർട്ട്. മനസ്സിലാക്കാത്തവർ ഒന്നുകൂടി ക്ലാസ് കണ്ടാം. ഇനി അടുത്ത് വരുന്നു അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആ ചോദ്യം നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രസകരമായ ചോദ്യമാണ്. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് വന്നത്. സ്ക്വയർ നമ്പർ ഈസ് 7744. What is the square of twice the number? ആ ചോദ്യം ഒന്ന് വായിച്ചേ. കോഹോസ്റ്റ് ആയിരുന്നു. Square of a number is 7744. What is the square of the twice the number? What is the square of twice the number എന്നാണ്. ശരി, ഞാൻ മൈക്കിപ്പോ ഓഫാണ്. ശരി. Square of a number is 7744. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു പുസ്തകത്തിൽ ചോദ്യമായിട്ട് എന്നോട് ചോദിച്ചിരുന്നു വാട്സാപ്പിലേക്ക്. ഈ 7744 ഒരു പ്രത്യേകത സാറിന് അറിയാൻ പറ്റുമോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. നല്ല ചോദ്യമാണ്. 7744 എന്ന സ്ക്വയർ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ എന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അതിന് മറുപടി പറയാൻ പറ്റുമോ? ഈ 7744 എന്ന ഈ സ്ക്വയർ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? തിരിച്ചാലും മറിച്ചാലും തിരിച്ചാലും മറിച്ചാൽ അല്ല. 7744ന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയർ നമ്പറിന്റെ കൂട്ടത്തിൽ 4 അക്ക സ്ക്വയർ നമ്പറിന്റെ കൂട്ടത്തിൽ പ്രത്യേകത എന്താണ്? ആർക്കും അക്കങ്ങൾ ആവർത്തിച്ചോട്ടെ. എന്താ അതായത് ശരിയാണ്. അതായത് ഇവിടെ ആദ്യത്തെ 2 ഡിജിറ്റ്സും ഒരുപോലെ അവസാനത്തെ 2 ഡിജിറ്റ്സും ഒരുപോലെ വരുന്ന 4 അക്ക സ്ക്വയർ നമ്പർ ഏത് എന്നൊരു ചോദ്യമായിരുന്നു പുസ്തകത്തിൽ ചോദ്യം. കാരണം ഈ സംഖ്യ 77 വരുന്നു. ആദ്യത്തെ ഒരു ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാകുക. ഒരു 4 ഡിജിറ്റ് സ്ക്വയർ നമ്പർ, അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സും അവസാനത്തെ 2 ഡിജിറ്റ്സും ഒരേപോലെയാണ്. അങ്ങനെ വരുന്ന ആ സ്ക്വയർ നമ്പർ ഏത് എന്ന് ചോദിച്ചാൽ മക്കൾ ഒന്നിച്ചുത്തരം പറയുക എത്രയാണ്? 7744. ശരി, ആ 7744 പറ്റിയുള്ള ചോദ്യമാണ്. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ എന്ന് ചോദിച്ചാൽ
പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ ഒരു സംഖ്യ എടുക്കുക. 10 താഴെ 3 എടുത്തു. 3ന്റെ സ്ക്വയർ എടുത്തു. നിങ്ങൾക്കറിയാം 9 നിങ്ങൾ 3ന്റെ ഇരട്ടി അവിടെ എടുക്കുക 6. 6ന്റെ സ്ക്വയർ എടുത്ത് അപ്പൊ നിങ്ങൾക്കറിയാം 36 അതാണ് എടുക്കുക. ഒരെണ്ണം കൊണ്ട് മാത്രം വിലയിരുത്താനാവില്ല. വേറൊരു സംഖ്യ എടുത്തു 5. 5ന്റെ സ്ക്വയർ എടുത്തു 25. 5ന്റെ ഡബിൾ എടുത്തു 10. 10ന്റെ സ്ക്വയർ 100 എന്ന് നിങ്ങൾ നോക്കൂ. ഈ 9 36 തമ്മിലുള്ള ബന്ധം 9നെ 4 കൊണ്ട് കുടിച്ചാൽ 36. 25 100 തമ്മിലുള്ള ബന്ധം 25നെ 4 കൊണ്ട് കുടിച്ചാൽ 100. ഇനി ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമല്ലോ. സ്ക്വയർ ഓഫ് ദ നമ്പർ ഈസ് 7744 ആണെങ്കിൽ വാട്ട് ഇസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 9നെ 4 കൊണ്ട് ഗുണിച്ചതുപോലെ തന്നെ 7744നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്ന് ഗുണിച്ചു നോക്കൂ. 7744നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 30,976. 30,976 ശരിയല്ലേ? യെസ് ഓർ നോ? Yes, sir. ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. ഈ 7744 എന്ന സംഖ്യ ഏത് സംഖ്യയുടെ വർഗമാണ്? 88. 88ന്റെ സ്ക്വയർ. ശരിയാണ്. വെരി ഗുഡ്. 88ന്റെ സ്ക്വയർ. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അത് വേഗം കഴിയും മുമ്പ് ചർച്ച ചെയ്താണ്. പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒറ്റ ശാസ്ത്രത്തിൽ പോവുകയാണ്. 10 square minus 9 square plus 8 square minus 7 square plus 6 square minus 5 square plus 4 square minus 3 square plus 2 square minus 1 square എത്രയാണ്? മൈക്ക് ഓൺ ആണ്. എല്ലാവർക്കും വിളിച്ചാൽ ഉത്തരം. 55. ഇവിടെ ഒരു സ്ക്വയർ നമ്പറിന്റെ പ്രോപ്പർട്ടി വരുന്നത് എന്താന്ന് പറഞ്ഞാൽ 2 അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം, 2 അടുത്തടുത്ത സ്ക്വയർ നമ്പറിന്റെ വ്യത്യാസം. ഇപ്പൊ 3 എന്ന സ്ക്വയർ നമ്പറിന്റെ തൊട്ടടുത്ത ആളാണ് 2. അപ്പൊ 3ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 ആണെന്ന് നിങ്ങൾക്കറിയാം. 2ന്റെ സ്ക്വയർ 4 ആണെന്ന് അറിയാം. ഇത് പ്രത്യേകം കണ്ടിട്ട് 9ൽ നിന്ന് 4 കുറച്ചിട്ട് 5 എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഈ 3ഉം 2ഉം ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 10ന്റെ സ്ക്വയർ അതുപോലെ 9 സ്ക്വയർ. ഇത് 10ന്റെ സ്ക്വയറായ 100 കണ്ട് 9ന്റെ സ്ക്വയറായ 81 കണ്ടിട്ട് പ്രത്യേകം കുറയ്ക്കേണ്ട ആവശ്യമില്ല. 10ഉം 9ഉം കൂട്ടിയാൽ മതി. 19 എഴുതല്ല, 10 9 എന്നാണ് എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ 8 പ്ലസ് 7 എന്നാണ് എഴുതുക. പ്ലസ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 6 പ്ലസ് 5 എന്ന് എഴുതുക. പ്ലസ് 4 പ്ലസ് 3 എന്ന് എഴുതുക. പ്ലസ് 2 പ്ലസ് 1 എന്ന് എഴുതുക. നിങ്ങൾ തിരിച്ചു വായിച്ചപ്പോൾ നിങ്ങൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ അപ് ടു 10 വരെയാണ്. 1 മുതൽ 10 വരെ കൂട്ടാൻ എളുപ്പമാകും. 10നെ 11 ഗുണിച്ചിട്ട് പകുതിയാക്കലാണ്. 10ന്റെ പകുതിയായ 5നെ 11 ഗുണിച്ചാൽ നമുക്ക് 55 കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ഇന്നത്തെ ആ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരും. ആ ചോദ്യം ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ആരും ടൈപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൈസ് ഇല്ലാതാവണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ചോദ്യം ഇതാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. ചോദ്യം തന്നോട്ടെ മുഹമ്മദ് റഷാൻ. യെസ്. ചോദ്യം ഇതാണ്. ആരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്നും ഈ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് നിങ്ങൾ അറിയിക്കേണ്ടത്. ഹോംവർക്ക് ആണ്. എല്ലാ കുട്ടികളും ആ ചോദ്യം കമന്റ് ചെയ്തു. ചോദ്യം ഇതാണ്. 8⁵5 ഇൻറ്റു
5⁸ എത്ര സീറോസ് ഉണ്ടാവും? ഹൗ മെനി സീറോസ്? How many zeros are there in the product of 8⁵ into 5⁸? ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി തരേണ്ടത്. ഇതിന് സമാനമായ കഴിഞ്ഞ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉത്തരം കിട്ടുന്നതാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യും. ശരി, ഇനി നമുക്ക് അടുത്ത 1-2 ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. അത് എങ്ങനെ എളുപ്പമാർഗത്തിൽ ഉത്തരം എഴുതാമെന്ന് നോക്കാം. ഇവിടെ 1⁵3⁵4⁵5 എന്ന് പറഞ്ഞാൽ അത് 120 ഇവിടെ എത്ര 0 ഉണ്ട് ഈ പ്രൊഡക്റ്റിൽ? ഒരു 0. ഈ ഒരു 0 വരാനുള്ള കാരണക്കാരി ഒന്നുകിൽ 4ഉം 5ഉം ആവാം, അല്ലെങ്കിൽ 2ഉം 5ഉം ആവാം. 4നെ സ്പ്ലിറ്റ് ചെയ്ത 2 എഴുതാൻ പറ്റും. അപ്പൊ 2ഉം 5ഉം എവിടെയും കയറി വരുമ്പോൾ അവിടെ ഒരു 0 വരികയാണ്. പക്ഷെ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വന്നാലോ? 1² into 2² into 3² into 4² into 5². അങ്ങനെ ആകുമ്പോൾ ഇതിൽ അവസാനം എത്ര 0 ഉണ്ടാകും? ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ 5 ആണെങ്കിൽ ആ 5 എണ്ണമാണെങ്കിൽ നമ്മൾ ഓരോ 5 വരുമ്പോഴാണ് 0 വരുന്നത്. അതുകൊണ്ട് നമ്മൾ 5 കൊണ്ടുള്ള ഡിവിഷൻ അത്യാവശ്യമാണ്. ഈ അവസാനം കാണുന്ന ഈ 5ഉം എടുക്കുക. ഓരോ 5 വരുമ്പോഴും 0 വരുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 5നെ 5 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ ആദ്യത്തെ 5 എന്താണ്? ഈ അവസാനം കാണുന്ന 5ഉം മറ്റേ 5 എന്താണ്? ഓരോ 5 വരുമ്പോഴും വരുന്ന 0 വരുന്നത് കൊണ്ട് നമ്മൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 എടുക്കുക. ആ 1നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പവർ വെച്ചിട്ട് ഗുണിക്കുക. ഇപ്പൊ ഇവിടെ പവർ 2 ആണെന്ന് അറിയാം. 1നെ 2 കൊണ്ട് ഗുണിച്ചു 2. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ 2 0 ഉണ്ടാവും. ഇനി നിങ്ങൾ വീട്ടിലിരുന്നിട്ട് 1 1 2 4 3 9 4 16 5 25 ഗുണിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 14,400 ആയിരിക്കും. ഈ 14,400 2 0 ആണുള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് നോക്കട്ടെ. 1² into 2² into 3² into dash 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 into 10² വരെ ഗുണിച്ചാൽ എത്ര 0 ഉണ്ടാകും? മുഹമ്മദ് റഷീദ്. പോയോ? അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം ഒന്നുകൂടി പറയാം. ഇവിടെ ചെയ്യേണ്ട കാര്യം ഈ അവസാനം കാണുന്ന 10നെയും എടുക്കുക. ആ മൈക്ക് കെട്ടി ഈ 10നെ എടുത്തിട്ട് ആ 10നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ 5 വരുമ്പോഴാണല്ലോ 0, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം 2 ആണ്. എന്നാൽ ഇവിടെ കാണുന്ന പവർ ആരാണ്? ആ പവറായ 2നെ ഇവിടുത്തെ പവർ 2 ആണ്. 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെ 4 zeros ഉണ്ടാവും. ഇവിടെ വേറെ ചോദ്യങ്ങൾ വരാം, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. വേറെ എങ്ങനെയാ ചോദ്യം വരുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ വരുമ്പോൾ ഒന്നുകൂടി കാണാം. ശരി, ഇവിടെ വേറെ ചോദ്യം. 1³ into 2³ into 3³ into dash 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 അങ്ങനെ 10³ വരെ ഗുണിച്ചാൽ ഒടുവിൽ എത്ര 0 ഉണ്ടാകും എന്ന് നിങ്ങൾ പറയൂ. മൈക്കിന് ഓൺ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചു പറയാം എത്ര 0s ഉണ്ടാവും. 6 zeros. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, 6. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ചെയ്യേണ്ട കാര്യം അവസാനം കാണുന്ന ഈ 10നെ എടുത്തിട്ട് 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 2 കിട്ടും. ആ 2നെ ഈ പവർ കൊണ്ട് ഗുണിക്കുന്നു. 3 2 6 zeros ഉണ്ടാവും.
അപ്പൊ ഇനി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റും. ഞാനിവിടെ വേറൊരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്, ശ്രദ്ധിക്കുക. വേറൊരു ചോദ്യം നേരത്തെ വന്ന ചോദ്യമാണ്. വൈകി വന്ന കുട്ടികളുടെ ശ്രദ്ധിക്കുക. 8:5 5:8 0 ഉണ്ട്. അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. അപ്പൊ കമന്റ് ചെയ്തനുസരിച്ചുള്ള ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ കമന്റ് ചെയ്താൽ അതിന് ഗുണം. The product of three prime number is 105, which is the largest prime number. ആരാ പറഞ്ഞത് പ്രൈം നമ്പർ ചോദ്യം ഉണ്ടാവില്ല? ഇതാ വന്നിരിക്കുന്നത്. ആ ചോദ്യം വായിച്ചിട്ടുള്ളൂ മുഹമ്മദ് ബഷീർ. ധ്യാനം ആ ചോദ്യം വായിച്ചു. The product of the three prime number is 105, which is the largest prime number. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളുടെ സമയം കുറവുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പ്രത്യേകത, 3 പ്രൈം നമ്പർ ഗുണിച്ചപ്പോഴാണ് 105 കിട്ടിയത്. മക്കളത് ശ്രദ്ധിക്കണം. 3 പ്രൈം നമ്പർ ഗുണിച്ചപ്പോഴാണ് 105 കിട്ടിയത്. അപ്പൊ 105 കിട്ടണമെങ്കിൽ എ എന്ന പ്രൈം നമ്പറും ബി എന്ന പ്രൈം നമ്പറും സി എന്ന പ്രൈം നമ്പറും കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് 105 കിട്ടിയത് എന്ന് വിചാരിക്കുക. അവിടെ 105-ൽ ഒരു 5 ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, 105-ൽ 5 ഉള്ളത് കൊണ്ട് എന്തായാലും 5 ആയിരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 5 പ്രൈം നമ്പറാണ്. ഇനി ബാക്കിയുള്ള 2 ബിയും സിയും നമുക്ക് അറിയണമെങ്കിൽ ഈ 105-നെ മക്കൾ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. 105-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 100 21 ഉണ്ടാവും. ഇനി ഈ ബിയും സിയും കൂടി ചേർന്നിട്ടാണ് 21 കിട്ടുന്നത് എങ്കിൽ ഈ 21-നെ നിങ്ങൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അത് മനസ്സിൽ വരണം. 3-നെ 7 കൊണ്ട് ഗുണിച്ചാലാണ് 21. അപ്പൊ നമ്മുടെ ഉത്തരമായി 5 × 3 × 7 ചെയ്തിട്ടാണ് 105 കിട്ടുക എന്നാണ്. അങ്ങനെയാകുമ്പോൾ മക്കൾ തന്നെ ഒന്നിച്ച് പറയൂ, ഇതാ മൈക്ക് ഓൺ ചെയ്യാണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പ്രൈം നമ്പർ എന്ന ഈ ചോദ്യം വന്നാൽ എന്ത് ഉത്തരം? ശരി. ഇനി മക്കളെ ചോദ്യങ്ങൾ തീർന്നില്ല. ഇതാവുന്നു അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. അതായത് മൈക്ക് ഓൺ ചെയ്യാൻ. യെസ്, പ്രൈം നമ്പറിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? The product of the three prime number is 154, which is the largest one. ആ ചോദ്യം വായിച്ചു. The product of three prime number is 154, which is the largest one. ഈ 154 പകുതി എത്തിയാണ്. 77. 77. ഓ, അത് ഞാൻ വെറുതെ ചോദിച്ചതാണ്. അവിടെ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നല്ല ചോദ്യം. ഒന്നുകൂടി കടന്ന ചോദ്യം വന്നു. വാട്ട് ഇസ് ദ സം ഓഫ് ദാറ്റ് ത്രീ പ്രൈം നമ്പേഴ്സ് എന്നായിരുന്നു ചോദ്യം. ആ പ്രൈം നമ്പറിന്റെ സം എത്രയാണ് എന്നാണ് ചോദ്യം. തുക എത്രയാണ് എന്നായിരുന്നു ചോദ്യം. ഞാൻ ഒന്ന് ചെറുതാക്കിയത് നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? 3 പ്രൈം നമ്പർ ഗുണിച്ചിട്ട് 154 കിട്ടുമെങ്കിൽ ഈ 154 എന്ന സംഖ്യ ഒരു ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ്. ഈ ഇരട്ട സംഖ്യ ആകുമ്പോൾ ഒരു പ്രൈം നമ്പർ എന്തായാലും 2 ഉണ്ടാകുന്നത് ഉറപ്പാണ്. 2-നെ കുറിച്ചാണ് ഇരട്ട സംഖ്യ കിട്ടുന്നത്. അപ്പൊ നമുക്ക് 1 2 മറ്റത് ബിയും സിയും കൂടി ഗുണിച്ചിട്ടാണ് 154 കിട്ടുന്നത് എന്ന് വ്യക്തം. അപ്പോഴാണ് ഞാൻ നേരത്തെ ചോദിച്ചത് 2-നെ 8 കൊണ്ട് ഗുണിച്ചാലാണ് 154 77. അങ്ങനെ 154 കിട്ടുമ്പോൾ ഈ 77-നെ സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾ അറിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രൈം നമ്പർ പഠിച്ച കുട്ടികൾക്ക് അറിയാം. 77 ഏതെല്ലാം 2 പ്രൈം നമ്പറിന്റെ ഗുണനഫലമാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയൂ. 11 and 7. 11 and 7. 11 and 7.
അപ്പൊ 2 ഇൻറ്റു 11 ഇൻറ്റു 7 ചെയ്തെങ്കിൽ ആരോ 7 2 11 2 7 11 184. പക്ഷേ സമ്മാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഈ 2ഉം 11ഉം 7ഉം തമ്മിൽ കൂട്ടേണ്ടതാണ് 154 കിട്ടും. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ രാവിലെ ഉള്ളത് 200 ഒരു ഘട്ടത്തിൽ 290 കുട്ടികൾ എത്തിയിരുന്നു. അപ്പൊ മദ്രസയൊക്കെ പോകുന്ന കുട്ടികളായിരിക്കും ലീവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ രാവിലെ ഉള്ളത് പഠിക്കുക. നിങ്ങൾ 3 കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നത് ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആണ് ആ കാര്യം. കാരണം 3 കാര്യങ്ങൾ പഠിക്കുക. പ്രൈം നമ്പർ, സ്ക്വയർ നമ്പർ, ക്യൂബിക് നമ്പർ. അത് 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായി. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ പ്രൈം നമ്പർ ചോദ്യം വന്നപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞുള്ളതുകൊണ്ടാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. വിജയം തരുന്നു.